ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷാർജ ആർക്കിയോളജി മ്യൂസിയത്തിലാണ്. റിസപ്ഷനിൽ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. വലിയ ആളുകൾക്ക് 10ഉം ചെറിയ പിള്ളേർക്ക് 5ഉമാണ് എൻട്രി ടിക്കറ്റ്. ഈ ഡ്രസ്സെല്ലാം അവർ തരുന്നതാണ് കേട്ടോ അവിടെ നിന്ന്. ഇതല്ലാതെ അവരുടെ കയ്യിലേക്ക് വേറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിലുള്ള മക്കൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. മണ്ണിൽ കളിക്കുക എന്നുള്ളത് ഇവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു പൂഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ പൂഴിയിൽ കളിക്കുകയല്ല, കുറച്ചും കൂടെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പൂഴിയിലെല്ലാം ഓരോരോ സാധനങ്ങൾ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക്. ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നല്ല കേട്ടോ. ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നിൽക്കുന്നത് കാശി മാത്രമാണ്. കാശി എല്ലാ സ്ഥലത്തും ഓടി നടന്ന് മണ്ണ് മാറ്റി നോക്കിയിട്ട് ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റോടെയാണ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡ്രസ്സും ഈ ഒരു തൊപ്പിയും മക്കൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഈ ഒരു ഡ്രസ്സിൽ കണ്ടപ്പോൾ. ഇത് കാശി ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അവൻ അതിൽ നിന്ന് കിട്ടിയത്. അരമണിക്കൂറോളം ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കളറിംഗ് പേപ്പറൊക്കെ ഉണ്ട്. ഈ സർക്കിളിനുള്ളൊരു പസിലാണ്. ഇതിൽ നിന്ന് ചിലതെല്ലാം മിസ്സിങ് ആണ്. ആ മിസ്സിങ് ആയിട്ടുള്ളത് ആ ടേബിളിലും ഉണ്ട്. അത് കറക്റ്റാക്കി എടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത്. അവിടെ ഉണ്ടായിരുന്ന കളറിങ് പേപ്പറിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഉണ്ടാവേ. ഇനി ആ ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് അതിൽ വെക്കൂ. അതിൽ വെക്കൂ. ഇതാ ഇതിൽ കണ്ടില്ലേ ക്യാപ്പ് വെക്കേണ്ടത്, ക്യാപ്പിൻ്റെ പിക്കുള്ളതിൽ, കോട്ട് വെക്കേണ്ടത് കോട്ടിൻ്റെ പിക്കുള്ളതിൽ വെക്കൂ കേട്ടോ. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിക്കാൻ. കേശു നെക്സ്റ്റ്. യെസ്. ഓക്കെ, ഗുഡ്. ഇഷ്ടപ്പെട്ടോ കേശുവിനെ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെയല്ല, കേശു ഇവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണുന്നതല്ല ഇനി ചരിത്രപരമായ എന്തൊക്കെയോ സംഭവങ്ങളെ പറ്റിയിട്ടാണ്. എല്ലാം ഞങ്ങളൊന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഇങ്ങനെ നടക്കും.
പ്രേതല്ലടാ അതിന് പേര്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഏരിയ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കട്ടകൾ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ ബിൽഡ് ചെയ്യാന്നുള്ളതാണെന്ന് തോന്നുന്നു ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശം. എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും അവരതിനെ എന്തൊക്കെയോ കാണിച്ച് അവരുടെ ഇഷ്ടത്തിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അവർക്ക് വൈറ്റ് പേപ്പേഴ്സും പിന്നെ കളേഴ്സും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. ഏട്ടൻ്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട്. അവർ 3 പേരും വളരെ കാര്യമായിട്ടുള്ള ചിത്രവരയിലാണ്. കേശുവിന് ഞാൻ വരച്ചു കൊടുത്തു. കേശു കളർ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. നമ്മൾ വരച്ച പിക്ചേഴ്സ് അവിടെ കാണാൻ പറ്റും കേട്ടോ. കാശി വരച്ചത്, ഇത് കേശു വരച്ചത്, ഇത് ഏട്ടൻ വരച്ചത്. ഇത് പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, നിഴല് കൊണ്ട് രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഇരുന്നിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കൈകൾ വെച്ചിട്ട് അവിടെ കാണിച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഈ കാണുന്ന 3 ആനിമലിനെ ഇവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. ഇതാണ് കേട്ടോ ലാസ്റ്റ്. അപ്പം 3 എണ്ണവരും ഇവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാത്രി 8 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇതിന് തൊട്ടടുത്ത് തന്നെ ഷാർജ സയൻസ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചു ഞങ്ങൾ. 6 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പുറത്തുള്ള സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പോയാൽ നഷ്ടമായിരിക്കുന്നു, കാരണം ഓൾറെഡി ഇറങ്ങുമ്പോൾ 6 മണിയായി പോയി. അതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റിയില്ല. ഇനി വേറൊരു ദിവസം ഇനി അവിടെ പോകും. നോക്കൊന്നൂടെ എട്ടിനേരുണ്ട്. ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കാര്യം ഞാൻ മണ്ണ് കളിച്ച് പിന്നെ എന്തൊക്കെയാ നോക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. എനിക്ക് ചിത്രം വരച്ചതോ? ഞങ്ങള് ചിത്രം വരച്ച് ഒന്ന് വീട് വരച്ച് ഞാനും ഒരു ഗേളിനെയും വരച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.